കല്യാണത്തിന്റെ സദ്യ അതും പരമാവധി ചുരുക്കണം. അത്യാവശ്യമുള്ള ആളുകളെ മാത്രം വിളിച്ചുകൊണ്ടൊരു സദ്യ. അതുകൊണ്ടാണ് ആ വലീമത്തിന് ഒട്ടകൊക്കെ പറയാൻ പറ്റിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലൗ ബിശാത്തി എന്ന് പറഞ്ഞത്. ഔലിം വലൗ ബിശാത്തി. ഈ ആടിനെ അറുത്തിട്ടെങ്കിലും വലീമത്ത് കൊടുക്കണം എന്ന് പറഞ്ഞ ആരോടാന്നറിയോ? നല്ല പണക്കാരനായ സഹാബിയോടാണ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. സഹാബിമാരുടെ കൂട്ടത്തിൽ നല്ല സമ്പന്നനായ വ്യക്തിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ പണം എത്ര? ആ ഒട്ടകങ്ങൾ ഇങ്ങനെ പോകുമ്പോ പുരയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ വരിവരിയായി നോക്കി നിൽക്കുന്നതാണ്. അതായത് ഒരു 500-600 ഒട്ടകത്തിന് പോകുമ്പോ കാണാൻ മാത്രം ഉണ്ടാവില്ലേ? ഗോഡൌണിലേക്കുള്ള ചുമടാണ് ആ പോകുന്നത്. അത്രയും നല്ല സമ്പത്തുള്ള സ്വഹാബിയോടാണ് ഞങ്ങൾ പറയുന്നത്. ഔലിം വലൗബി ഷാത്തിൻ. ഒരാടിനെ അറുത്തിട്ട് കുറച്ചാളെ വിളിച്ചിട്ട് സദ്യ. അത് നമ്മളെ കണ്ടുപിടിക്കൂലേ? കടഞ്ഞ അതിന്റെ പേരിൽ 5 ലക്ഷം ആയാലും കുഴപ്പമില്ല. അത് പിന്നെ ഏതെങ്കിലും ലോൺ വയ്ക്കോ മറ്റോടത്ത് അങ്ങനെ ഇങ്ങനെ ആക്കിയാലും കുഴപ്പമില്ല. തന്നെ കൊടുക്കണം. നാട്ടിൽ 4 ആളെങ്കിലും പറയണം. പടച്ചോലത്ത് തന്നെ കിട്ടുന്നല്ല, 4 ആളെങ്കിലും പറയണം. പിന്നെ നമ്മളെ മറ്റയാളെ കല്യാണല്ലേ, സംഭവം എന്ത് കിട്ടാനും ഒന്നും കിട്ടൂല കാര്യം. ഭക്ഷണം അങ്ങനെ കഴിച്ച ആൾക്കാരൊക്കെ അൽഹംദുലില്ലാഹ് പോയി. അത്ര